ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് 24-നോടൊപ്പം ചേരുകയാണ്. സർ, ഇപ്പോൾ വൈകിട്ട് ഇന്ന് കോഴിക്കോടേക്ക് യാത്ര തിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ വയനാട്ടിലൊരു ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുമായി നേരിൽ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത് ഈ ഘട്ടത്തിൽ? പ്രധാനമന്ത്രി ബന്ധപ്പെട്ടു, കത്തയച്ചു, അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ചർച്ച ചെയ്തു. അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ എന്താണ് എന്നവരെ അറിയിച്ചു. അതുപോലെ ഡിഫൻസ് മിനിസ്റ്റർ, രക്ഷാമന്ത്രി, അദ്ദേഹമായിട്ടും ആശയവിനിമയം നടത്തി. കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായിട്ട് നേരിട്ട് ടെലിഫോണിൽ ബന്ധപ്പെട്ടു. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്രത്തിൽ നിന്ന് ഇത് ഏകോപിപ്പിക്കാൻ മന്ത്രി ജോർജ് കുര്യനെ അയച്ചതായിട്ടും അറിയിച്ചു. അദ്ദേഹവുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വളരെ എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ നടുക്കിയ ഒരു ദുരന്തമാണിത്. ദുരന്തങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇത്ര ആകസ്മികമായി വന്ന് ഇത്രയധികം ജീവൻ എടുത്തുകൊണ്ടുപോയ ഒരു ദുരന്തം നമുക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണ്. എല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ ദുരന്തത്തെ നേരിടണം. ജീവൻ നഷ്ടപ്പെട്ടവരുടെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് പൂർണ്ണമായും സുഖം പ്രാപിക്കട്ടെ എന്ന് അപേക്ഷിക്കുന്നു. ഈ ദുരന്തം നമുക്കറിയാം, പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഒരു പാരസ്പരികതയുണ്ട്, ഒരു അടിസ്ഥാനപരമായ ബന്ധമുണ്ട്. അത് എവിടെയൊക്കെ തകർക്കപ്പെട്ടാലും അവിടെയൊക്കെ പ്രകൃതി ഇങ്ങനെ ശിക്ഷ നൽകുന്നു. ഇതിൻ്റെ സാമാന്യ തത്വമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഇപ്പം കാര്യമില്ല. ഇപ്പോൾ ദുരന്തമുണ്ടായി. ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ആശ്വാസം അർപ്പിക്കുക, പരിക്കേറ്റവർക്ക് ചികിത്സ നൽകുക. ഇനി പുനരധിവാസ പരിപാടികളെക്കുറിച്ച് പിന്നീട് ചിന്തിക്കേണ്ടി വരും. സർ, ഇപ്പോൾ സൂചിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രിയുമായി കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം എന്താണ് ഇതിൽ പറയുന്നത്? കേന്ദ്രത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സംഘം അവിടെ സന്ദർശിക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ? പ്രധാനമന്ത്രിക്ക് കത്തയച്ചു, അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി സംസാരിച്ചു. വേണ്ടതെല്ലാം ചെയ്യാമെന്ന് അവരറിയിച്ചിട്ടുണ്ട്. അതുപോലെ പ്രധാനമന്ത്രി തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഫോണിൽ സംസാരിച്ചത് നമുക്കറിയാം. എല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ ദുരന്തം നേരിടാൻ ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ റെസീലിയൻസ് അവിടെ ഉണ്ട്. ഈ അവസരത്തിൽ ഒരുത്തൻ അവനെ കളഞ്ഞ് ഒരിടനെ രക്ഷിക്കണം എന്ന ഒരു രീതിയിൽ കേരളം ഒന്നിച്ചു നിൽക്കുന്നു, ഇന്ത്യ ഒന്നിച്ചു നിൽക്കുന്നു. തീർച്ചയായിട്ടും നമ്മളതിനെ നേരിടും. സർ, നിലവിൽ ഇപ്പോൾ നമുക്ക് അവിടെ നേവിയുടെയും അല്ലെങ്കിൽ പറഞ്ഞതുപോലുള്ള സൈന്യത്തിൻ്റെയും ഒക്കെ കൂടുതൽ ടീം അവിടെ നമുക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ ടീം അവിടെ പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക്? കേന്ദ്ര ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, നമുക്കറിയാം, പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ ചെയർമാൻ. അതുപോലെ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ, രക്ഷാമന്ത്രി, അവരൊക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് എല്ലാവരും ഒന്നിച്ചു നിന്ന് ചെയ്യുകയാണ്. മുഖ്യമന്ത്രി അവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവിധ സഹായം, കൂടുതൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ സഹായം എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സാർ, ഇപ്പം കോഴിക്കോടേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് അവിടുത്തെ നമ്മുടെ ഒരു ഷെഡ്യൂൾ എങ്ങനെയാണ് അത് സംബന്ധിച്ചുള്ള കാര്യം? കോഴിക്കോട്ട് ചെന്നതിന് ശേഷം സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നതനുസരിച്ച്, അതുപോലെ മന്ത്രി ശ്രീ ജോർജ് കുര്യനുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം ആയിരിക്കും ഷെഡ്യൂള് തീരുമാനിക്കുക. എവിടെയൊക്കെ പോകണമോ അവിടെയൊക്കെ പോകും. ആശ്വാസം എവിടെയൊക്കെ എത്തിക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യും. എല്ലാം ഏകോപിതമായ രീതിയിലായിരിക്കും ചെയ്യുക. സ്വന്തമായിട്ട് ഞാൻ എൻ്റെതായ രീതിയിലൊന്നും ചെയ്യുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ്റുമായി കൂടിയാലോചിച്ചതിന് ശേഷം ആയിരിക്കും ചെയ്യുക. ഈ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ NDRF ഉൾപ്പെടെയുള്ള ടീമുകൾ ആവശ്യമാണെങ്കിൽ അത്തരം കാര്യങ്ങളും അതിനൊരു ഇടപെടൽ കൂടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വന്നാൽ അത് എത്തേണ്ടത് എത്തിക്കാൻ തീർച്ചയായും ശ്രമിക്കും. എന്താണെങ്കിലും ഈ ഒരു വലിയ ദുരന്തം ഒന്നിച്ച് നിന്നുകൊണ്ട് അതിനെ അതിജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ഈ ദുരന്തം അതിജീവിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ഇന്ന് ഈ ദുരന്തമുണ്ടായ മേഖലയിൽ അദ്ദേഹം സന്ദർശിക്കും. ഏതൊക്കെ മേഖലകളിലാണ് അവിടെ ഏതൊക്കെ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ മോഹൻകുമാറിനൊപ്പം വിനീത VG 24.